From the pair of linear equations, ഇക്വേഷനെ കഴിഞ്ഞ പ്രോബ്ലങ്ങളിൽ കഴിഞ്ഞ വീഡിയോ ചെയ്ത പോലെ ഇക്വേഷനെ മാറ്റേണ്ട കാര്യമൊന്നുമില്ല, കാരണം y = 3x. ഹായ്, ഇന്നത്തെ വീഡിയോ ലീനിയർ ഇക്വേഷൻസ് ഇൻ 2 വേരിയബിൾ. CBSE 10ാം ക്ലാസ്സിലെ 3ാമത്തെ ചാപ്റ്ററാണ് ലീനിയർ ഇക്വേഷൻസ് 2 വേരിയബിൾസ്. ആ ചാപ്റ്ററിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ചെയ്യുന്നത്. തുടർന്ന് വീഡിയോ കാണുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫ്രം ദ പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻസ് for the following problems and find their solution by substitution method. ഇത് 3.2-ലെ തേർഡ് ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ തന്നെ 5 ക്വസ്റ്റ്യൻ ഉണ്ട്. അതിൽ ഓരോ ക്വസ്റ്റ്യനായിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ ഇതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, the difference between two numbers is 26 and one number is 3 times the other. Find them. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്ത് നോക്കാം. 1 number is 3 times the other എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ y = 3 times the other, 3x എന്നെടുക്കുന്നു. അപ്പോൾ നമുക്ക് അവിടെ നിന്നും ഒരു ഇക്വേഷൻ കിട്ടും, y = 3x. ഇത് തന്നെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയും ചെയ്യാം. ഇനി അടുത്ത ഇക്വേഷൻ, ഈ രണ്ട് നമ്പറിൻ്റെ ഡിഫറൻസ്, the difference between two numbers is 26 എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ y = 3x എന്ന് നമ്മൾ എടുത്തപ്പോൾ y ആയിരിക്കും ഇവിടെ വലിയ നമ്പർ. അപ്പോൾ നമുക്ക് y - x എന്ന് എടുക്കാം. y - x = ഡിഫറൻസ് 26 ആണ്. 26 ഇക്വേഷൻ നമ്പർ 2 എന്ന് എടുത്തു. ഇവിടെ ഇപ്പം ഇക്വേഷൻ നമുക്ക് മാറ്റി എഴുതേണ്ട കാര്യമില്ല, കാരണം y = 3x എന്നുള്ളത് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന അതേ ഫോമിലാണ് കിടക്കുന്നത്. അപ്പോൾ ഇവിടെ yക്ക് പകരം 3x എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ എക്സിൻ്റെ ടൈമിലേക്ക് ഇക്വേഷൻ മാറും. അപ്പോൾ y - x = 26. ആ ഇക്വേഷനിൽ y = 3x സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് 3x - x = 26 എന്ന് കിട്ടും. അപ്പോൾ 3x - x = 2x. 2x = 26. Therefore x = 26 divided by 2 = 13 എന്ന് കിട്ടി. നമുക്കിവിടെ x = 13 എന്ന് കിട്ടി. ഇനി y = നമുക്ക് 3x എന്ന് നമ്മൾ നേരത്തെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ = 3 × 13 = 39 എന്നും കിട്ടും. അപ്പോൾ നമ്മുടെ ആൻസർ x = 13 ആണ്. അതുപോലെ y = 39 ആണ്. ഈ 13ൻ്റെ 3 ടൈംസ് ആണ് 39. 39-ൽ നിന്നും 13-നെ കുറച്ചാൽ നമുക്ക് 26 കിട്ടുകയും ചെയ്യും. ഇനി ഇതിൻ്റെ സെക്കൻഡ് ക്വസ്റ്റ്യൻ, ദ ലാർജർ ഓഫ് 2 സപ്ലിമെൻ്ററി ആംഗിൾസ് എക്സീഡ്സ് ദ സ്മോളർ ബൈ 18 degrees. ഫൈൻഡ് ദം. അപ്പോൾ ഇവിടെ സപ്ലിമെൻ്ററി ആംഗിൾസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം കൂട്ടിയാൽ നമുക്ക് 180 കിട്ടണം. അപ്പോൾ ഇവിടെയുള്ള ആംഗിൾസ് തമ്മിൽ കൂട്ടിയാൽ 180 കിട്ടണം. മാത്രമല്ല ഒരു ആംഗിളിനേക്കാളും 18 ഡിഗ്രി കൂടുതലാണ് അടുത്ത ആംഗിൾ. നമുക്ക് ചെയ്ത് നോക്കാം. ഇവിടെ നമുക്ക് ആംഗിൾസിനെ ലെറ്റ് ദ ആംഗിൾസ് ബി എക്സ് ആൻഡ് വൈ എന്നെടുത്തു. അപ്പോൾ നമുക്കറിയാവുന്ന കാര്യം, ഇത് സപ്ലിമെൻ്ററി ആംഗിൾസ് ആണ്. അപ്പോൾ സപ്ലിമെൻ്ററി ആംഗിൾസിൻ്റെ സം എന്ന് പറഞ്ഞാൽ 180 ഡിഗ്രി ആയിരിക്കും. പണ്ടേ പഠിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇവിടെ x + y = 180 എന്നെഴുതി ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുത്തു. കാരണം ഇവിടെ നമുക്കറിയാവുന്ന ക്വസ്റ്റ്യനിൽ പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞിട്ടില്ല വാല്യൂസ്, പകരം സപ്ലിമെൻ്ററി ആംഗിൾസ് എന്നേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഓർക്കേണ്ട കാര്യം, സപ്ലിമെൻ്ററി ആംഗിൾസ് എന്ന് പറഞ്ഞാൽ കൂട്ടിയാൽ, അതായത് സമ്മ് 180 ഡിഗ്രി കിട്ടുന്ന ആംഗിൾസിനെയാണ് നമ്മൾ സപ്ലിമെൻ്ററി ആംഗിൾസ് എന്ന് പറയുക. അതുകൊണ്ട് തന്നെ x + y = 180 എന്ന് എഴുതി വെച്ചു. ഇനി അടുത്ത കണ്ടീഷൻ പറഞ്ഞിരിക്കുന്നത്, ഒരു ആംഗിളിനോടുകൂടി 18 ഡിഗ്രി കൂട്ടിയാൽ, അതായത് ദ ലാർജർ ഓഫ് 2 സപ്ലിമെൻ്ററി ആംഗിൾസ് എക്സീഡ്സ് ദ സ്മോളർ ബൈ 18 ഡിഗ്രി. ഇപ്പോൾ നമ്മളിവിടെ ലാർജർ എക്സ് എന്നങ്ങ് വിചാരിക്കുന്നു, വൈ എന്ന് വിചാരിച്ചാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ x = സ്മോളർ ആംഗിൾ y ആണെങ്കിൽ, എക്സ് ലാർജറാണെങ്കിൽ സ്മോളർ y ആയിരിക്കുമല്ലോ. അപ്പോൾ y + 18
സ്മോളർ ആംഗിളായ വൈയോടുകൂടി 18 ഡിഗ്രി കൂട്ടിയാൽ നമുക്ക് ലാർജർ ആംഗിളായ എക്സ് കിട്ടും. അപ്പോൾ അതിനെ ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുത്തു. ഇവിടെയും നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടി മാറ്റേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ എടുത്തിരിക്കുന്ന ഇക്വേഷൻ എക്സ് ഈക്വൽ ടു എന്ന് തന്നെയാണ്. അപ്പോൾ ഫസ്റ്റ് ഇക്വേഷനിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ എക്സിന് പകരം നമ്മൾ y + 18 എന്നുള്ള വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ ഇക്വേഷൻ വൈയുടെ ടൈമിലേക്ക് മാറും. അപ്പോൾ y കണ്ടുപിടിച്ച് ആ വൈയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമുക്ക് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. അപ്പോൾ ഇവിടെ x + y, അതായത് y + 18 + y = 180 എന്ന് കിട്ടും. അപ്പോൾ y + y, അതായത് ഇവിടെ 18 + 2y = 180 എന്ന് കിട്ടുന്നു. അതായത് 2y = 180 - 18. അപ്പോൾ 2y = 162. 2y = 162. Therefore, y = 162 divided by 2 = 81. ഇനി നമുക്ക് എക്സിൻ്റെ വാല്യൂ വേണം. അപ്പോൾ നമ്മുടെ ചെറിയ ഇക്വേഷൻ x = എന്ന് നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ x = y + 18 ആണ്. അതായത് y + 18 ഇക്വേഷൻ = വൈയുടെ വാല്യൂ 81 ആണ്. അപ്പോൾ 81 + 18 = 99. അപ്പോൾ ഇവിടെ x = 99 എന്നും y = 81 എന്ന് കിട്ടി. അപ്പോൾ ഇതിൻ്റെ സമ്മ് 180 ആയിരിക്കും. ഈ 81നോടുകൂടി 18 കൂട്ടിയാൽ നമുക്ക് 99 കിട്ടും. അപ്പോൾ നമ്മൾ രണ്ട് ആംഗിൾസും കണ്ടുപിടിച്ചു.